പ്രിയമുള്ളവരെ, ഈ കുഞ്ഞു കുരുവികളെ ശ്രദ്ധിച്ചു നോക്കി. അതിൻ്റെ കാലുകൾ, അതിൻ്റെ ചുണ്ടുകൾ, അതിൻ്റെ നിറം, അതിൻ്റെ തൂവലുകൾ, അത് തമ്മിലുള്ള കൂട്ടായ്മ. 3 കുരുവികളാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ഗാർഡനിൽ എല്ലാ ദിവസവും വന്നിരിക്കുന്ന ഈ കുരുവികളെ ഞാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എത്ര അതിശയകരമായിട്ടും അത്ഭുതകരമായിട്ടും ദൈവം ആ കുരുവികളെ സൃഷ്ടിച്ചിരിക്കുന്നു. ആയതുപോലെയാണ് നമ്മളെയും ദൈവം അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ടും സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു കാര്യം നാം ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. നാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതിശയകരവും അത്ഭുതകരമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ദൈവിക മനുഷ്യരാണ്. നാം ഈ ഭൂമിയിലേക്ക് അല്പകാലത്തേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. അല്പകാലം കഴിഞ്ഞ് ദൈവം ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിൽ നാം ഓരോരുത്തരും ചെല്ലണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ആ സ്വർഗത്തിൽ വെറുതെ ചെല്ലാൻ കഴിയത്തില്ല. ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടന്നു പോകണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും ആ രാജ്യത്തിൻ്റെലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന മാർഗങ്ങളും അതിൻ്റെ പ്രൊസീജിയേഴ്സ് നാം അറിയുകയും അത് അനുസരിക്കുകയും വേണം. ആയതുപോലെ ദൈവിക രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ ശരീരങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളെയും അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. നാമും അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെടും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അടുക്കൽ പോകുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ അവിടേക്ക് കടന്നു പോകുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നാം എല്ലാവരും അവിടെ ചെല്ലണമെന്നും ആ ദൈവത്തിൻ്റെ സിംഹാസനത്തോടൊപ്പം ചേർന്ന് വസിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ആയതിനാൽ ഈ ഭൂമിയിലെ വിചാരങ്ങളെക്കാട്ടിൽ സ്വർഗീയ വിചാരങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അല്പകാലം മാത്രമാണ് ഈ കുരുവിലിനെ പോലെ ഈ ഭൂമിയിൽ നമുക്ക് വാസമുള്ളത്. എന്നാൽ സ്വർഗത്തിൽ വാസമുള്ളത് കോടാനുകോടി യുഗങ്ങൾ, ലക്ഷോപലക്ഷം വർഷങ്ങൾ, നിത്യനിത്യ യുഗങ്ങൾ സ്വർഗത്തിൽ നമുക്ക് വാസമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആയതിനാൽ നാം നമ്മുടേതായ ഭാരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഈ കുരുകൾ സന്തോഷത്തോടെ പറക്കുന്നത് കണ്ടില്ലേ? എത്ര ആനന്ദത്തോടെ അത് ഗീതങ്ങൾ പാടി സന്തോഷിച്ച് ആനന്ദിക്കുന്നു. അതിന് വലിയ കെട്ടിടങ്ങളില്ല, അതിന് വലിയ സംവിധാനങ്ങളോ ടെക്നോളജിയോ ഇല്ല. എന്നാൽ ദൈവം അതിനെ അതിശയകരമായിട്ട് പോറ്റിപ്പുലർത്തുന്നല്ലോ. ആയതിനാൽ അല്പകാലത്തെ നമ്മുടെ ഈ ഭൂമിയിലെ വാസത്തിൽ എന്തെങ്കിലും ലഭിച്ചില്ല എന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ മറന്നു കളഞ്ഞുവെന്നോ, അല്ലെങ്കിൽ ആരും നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നോ, അല്ലെങ്കിൽ നാം ഒറ്റപ്പെട്ട് പോയല്ലോ എന്നോ ഓർത്ത് ഭാരപ്പെടാതെ, നിരാശപ്പെടാതെ, എല്ലായ്പ്പോഴും എല്ലായിടത്തും നിങ്ങളോട് കൂടെ വസിക്കുന്ന, നിങ്ങളെ നന്നായി അറിയുന്ന, അപ്പൻ അറിയുന്നതിനെക്കാട്ടിൽ, അമ്മ അറിയുന്നതിനെക്കാട്ടിൽ, സഹോദരങ്ങളോ സ്നേഹിതരോ അറിയുന്നതിനെക്കാട്ടിൽ എല്ലാം നന്നായി അറിയുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ, ആ അപ്പൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം ചെല്ലും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ ഈ ഭൂമിയിൽ നാം ഉണ്ടാക്കിയതായ എല്ലാം വിട്ടൊഴിഞ്ഞ് ഒന്നുമില്ലായ്മയിൽ നാം ഈ ഭൂമിയിൽ നിന്ന് പോകും. ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് നാം കടന്നു വന്നു. ഒരു കാര്യവും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, ഒരു നന്മയും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമെന്നോർത്ത്
ഇതുവരെ ലഭിച്ച നന്മകൾ, സമ്പത്തുകൾ, സുഹൃത്തുക്കൾ, സ്നേഹിതർ, എല്ലാ സുഖ സൗകര്യങ്ങളും ദൈവത്തിൻ്റെ ദാനമെന്നോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റട്ടെ. ദൈവത്തിന് ഹൃദയം നിറഞ്ഞ സ്തുതി കരയറ്റട്ടെ. നമ്മുടെ ജീവിതം സന്തോഷത്തോടെ ആനന്ദത്തോടെ കൂടെയായിരിക്കട്ടെ. അതുകൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെപ്പോഴും സന്തോഷിക്കണമെന്നും നാം എപ്പോഴും ആനന്ദിക്കണമെന്നും നാം എപ്പോഴും ദൈവത്തെ പുകഴ്ത്തണമെന്നും ആയതിനാൽ ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.